നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പമുള്ളത് മലപ്പുറം ജില്ലയിലെ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിമാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. എന്റെ പഞ്ചായത്തിൽ ഇന്ന് മലപ്പുറം ജില്ലയിലെ എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം ഉണ്ട്. നമസ്കാരം ശ്രീമതി ഹസീന. നമസ്കാരം. കാർഷിക മേഖലയ്ക്ക് അതീവ ശ്രദ്ധ ചെലുത്തുന്ന പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്ത് നേതൃത്വം നൽകുന്നത്. തരിശുരഹിത പഞ്ചായത്താണ്. ഒപ്പം ഭൗമസൂചിക പദവി ലഭിച്ച എടയൂർ മുളക് എടയൂരിന്റെ അഭിമാനമാണ്. കാർഷിക മേഖലയിലെ നേട്ടങ്ങൾ എങ്ങനെയാണ് വിലയിരുത്താനാവുക? കോട്ടക്കൽ നിയോജക മണ്ഡലത്തിലെ കുറ്റിപ്പുറം ബ്ലോക്കില് സ്ഥിതി ചെയ്യുന്ന ഗ്രാമീണ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത്. മണ്ണിൽ പണിയെടുത്ത് പൊന്നി വിളയിക്കുന്ന ഒരുപാട് കർഷകരുള്ള പഞ്ചായത്താണ് ഞങ്ങളുടേത്. 150 ഹെക്ടറിലധികം തരിശു ഭൂമി കൃഷിയോഗ്യമാക്കിക്കൊണ്ട് നെൽകൃഷി, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള ഒരുപാട് കൃഷി ഞങ്ങളുടെ പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ക്യാരറ്റ് കൃഷിയിലടക്കം തന്നെ 100% വിജയം നേടാൻ പഞ്ചായത്തിനായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ക്യാരറ്റ് എല്ലായിടത്തും അങ്ങനെ വിളയുന്ന ഒരു വിളയിനമല്ല. എന്നിട്ട് പോലും അത് ഒരു സാഹസിക പ്രവർത്തനം ഏറ്റെടുത്ത് അതിൽ 100% വിജയം കൈവരിച്ചു. ഒപ്പം തന്നെ എടയൂർ മുളക്, അത് എടുത്തു പറയേണ്ടതാണ്, ഭൗമസൂചിക പദവിയിൽ തന്നെ പങ്കുപറ്റിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണല്ലോ. എങ്ങനെയാണ് ഈ നേട്ടങ്ങളെല്ലാം തന്നെ വിലയിരുത്താനാവുക? ഞങ്ങളുടെ എടയൂർ പഞ്ചായത്തിന്റെ ഒരു അഭിമാനമാണ് എടയൂർ മുളക് എന്നുള്ളത്. അതിന് ഭൗമസൂചിക പദവി ലഭിച്ചു. അതിന്റെ ഒരു തനത് ഉൽപ്പന്നമായ എടയൂർ മുളകിന് ഞങ്ങൾ മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് എല്ലാ വർഷവും അതിന് പദ്ധതി വെച്ച് അതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള കാർഷിക മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ പോലും തന്നെ ഈ പന്നിശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണല്ലോ. എങ്ങനെയാണ് ഈ പന്നിശല്യത്തെ നേരിടാൻ പഞ്ചായത്ത് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്? വന്യമൃഗ ശല്യത്തിന് വേണ്ടി ഞങ്ങള് ഒരുപാട് കർഷകര് ഒരുപാട് പ്രാവശ്യം നിവേദനം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങള് പദ്ധതി ആസൂത്രണം ചെയ്തു. സൗരവേലി പദ്ധതി വളരെയധികം സക്സസ് ആയിട്ടുണ്ട്. പന്നിശല്യത്തിനെതിരെ കർഷകർക്ക് അതൊരു താങ്ങായി തണലായി ഞങ്ങൾ എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട്. ഈ വർഷവും ആ ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പന്നിശല്യം രൂക്ഷമായ പ്രദേശത്ത് പ്രസിഡന്റിന്റെ ഒരു നിർദ്ദേശപ്രകാരം വെടിവെക്കാനുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തില് തുടക്കത്തില് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ക്ഷീരമേഖലയെ പരിപോഷിക്കുന്നതിനായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിലവിൽ നൽകി വരുന്നത്? ഈ കന്നുകുട്ടികളെല്ലാം തന്നെ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണോ നടപ്പിലാക്കി വരുന്നത്? കർഷകർക്ക് സബ്സിഡികളെല്ലാം നൽകുന്നുണ്ടോ? അതെ, ക്ഷീരോത്പാദന മേഖലയിലും വളരെ നല്ല പ്രവർത്തനങ്ങള്, പദ്ധതികള് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങള് എല്ലാ വർഷവും കന്നുകുട്ടി പരിപാലനം എന്നുള്ള നിലയിൽ ആ പദ്ധതി വെക്കുന്നുണ്ട്. പോത്തുകുട്ടി വിതരണം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിന് സബ്സിഡി, അത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. തീർച്ചയായും കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്താണ് എടയൂർ ഗ്രാമപഞ്ചായത്ത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും വിവിധങ്ങളായ പദ്ധതികളാണ് പഞ്ചായത്ത് ആസൂത്രണം ചെയ്തു വരുന്നത്, അല്ലേ? വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങള് എടയൂർ പഞ്ചായത്ത് വളരെ മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചു വരുന്നത്. 4.5 വർഷത്തോളമായിട്ട് ഞങ്ങള് വിദ്യാഭ്യാസ മേഖലയില് കുട്ടികൾക്കായി നീന്തൽ പരിശീലനം, അതുപോലെ തന്നെ യോഗ പരിശീലനം, കായിക പരിശീലനം, അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള ലഹരി വിരുദ്ധ സേന, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വായനാശീലം വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി എല്ലാ സ്കൂളുകളിലും എല്ലാ ഡിവിഷനുകളിലേക്കും പത്രങ്ങൾ, ആനുകാലികങ്ങൾ വിതരണം നടത്തി വരുന്നുണ്ട്. വളരെ സക്സസ് ആണ് പദ്ധതികള്. അതിന്റെ ഭാഗമായിട്ട് തന്നെ പത്രവായന വളർത്തിയെടുക്കാൻ വേണ്ടി ഞങ്ങള് സ്കൂൾ തലത്തില് ക്വിസ് കോമ്പറ്റീഷൻ നടത്തി വരുന്നുണ്ട്.
അത് സ്കൂൾ തലത്തിൽ നിന്നും വിജയിച്ചു വരുന്നവരെ പഞ്ചായത്ത് തലത്തിലും ക്വിസ് കോമ്പറ്റീഷൻ നടത്തി അത്തരത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ എഡ്യൂര് പദ്ധതി, സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ്. അത് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും മുന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അതിന്റെ മൊഡ്യൂൾ തയ്യാറാക്കി പ്രത്യേക പരിശീലനം നൽകുന്ന ഒരു പദ്ധതി കൂടിയാണ്. അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ മുന്നോക്കം നിൽക്കുന്ന കുട്ടികളെ എല്ലാം തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് അവരുടെ സമഗ്ര വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനായി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പഠനോപകരണങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും പഠനോപകരണങ്ങൾ SC കുട്ടികൾക്ക് ഉള്ള പഠനോപകരണങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇനി ഞങ്ങള് ഈ വർഷവും ആ പഠനോപകരണങ്ങള് വിതരണം ചെയ്യാനുള്ള പഠനോപകരണങ്ങൾ എല്ലാ സ്കൂളുകളിലും എത്തിയിട്ടുണ്ട്. അത് കുട്ടികളിലേക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലായി എത്തിച്ചു നൽകുന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. തീർച്ചയായും അത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയ 2 കുളങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ 2 കുളങ്ങളുണ്ട്. നീന്തൽ കുളങ്ങളാണ്. ഇതുമായി ബന്ധപ്പെടുത്തിയത് നല്ല ശുചീകരിച്ച തോടുകൾ, കുളങ്ങൾ എല്ലാം തന്നെ ഉള്ള ഒരു പഞ്ചായത്താണല്ലോ. ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് നടപ്പിലാക്കി വരുന്നത്? ഞങ്ങൾ എടയൂരിന്റെ അഭിമാനമായ ഉടുങ്ങാട്ടുകുളം, അത് എടയൂർ കുളം എന്ന പേരിൽ അറിയപ്പെടുന്ന കുളം, അത് വളരെ പ്രസിദ്ധമായ ഒരു കുളമാണ്. അത് നവീകരിച്ച് വളരെ നല്ല രീതിയിൽ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാനകുളം, അതും ഒരുപാട് പ്രയാസത്തില് ഉള്ള ഒരു കുളമായിരുന്നു. അതും നവീകരിച്ച് ജലസേചന യോഗ്യമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള 4 പൊതുകുളങ്ങള് നല്ല രീതിയിൽ നവീകരിച്ച് പ്രവർത്തന യോഗ്യമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു കുളം നിർമ്മിച്ച് അതും ജലസേചനത്തിന് വേണ്ടി നമ്മൾ യോഗ്യമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും പാടങ്ങളുടെ എല്ലാം നടുവിലായിക്കൊണ്ട് വളരെ മനോഹരമായി ഭംഗിയായി കുളങ്ങൾ, 2 കുളങ്ങളാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുടിവെള്ളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ജലസേചന മാർഗങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ ഉള്ളത്? ഇതെങ്ങനെയാണ് ഈ പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കാൻ പഞ്ചായത്തിനാകുന്നുണ്ടോ? അതെ, കുടിവെള്ള മേഖലയില് ഞങ്ങള് വളരെ രൂക്ഷമായി കുടിവെള്ളം പ്രശ്നം നേരിടുന്ന ഒരു പഞ്ചായത്താണ്. അതിന് ഞങ്ങൾ ഗ്രാമീണ കുടിവെള്ള പദ്ധതിയൊക്കെ നവീകരിച്ച് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജലജീവൻ മിഷൻ പദ്ധതി 100 കോടിയുടെ ഒരു പദ്ധതിയാണ്. അത് പൂർത്തീകരണ ഘട്ടത്തിലാണ്. അതിന്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത്, ഞങ്ങള് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് മുൻകരുതലൊന്നുമില്ലാതെ ഇതിന്റെ സ്രോതസ് മനസ്സിലാക്കാതെ എടുത്തൊരു പദ്ധതിയാണ്. അതിന്റെ അടിസ്ഥാനത്തില് ആ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. ഞങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ ഉള്ളൊരു പ്രയാസം കൂടെ അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെടുത്തി എത്രത്തോളം വീടുകൾ ജനങ്ങൾക്ക് എത്തിക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളതാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് 100% കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതി ഏർപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കാരണം നഞ്ച പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. നഞ്ച ഭൂമിയുള്ളത് കൊണ്ട് വളരെ പ്രശ്നം നേരിടുന്ന ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. എങ്കിലും ഞങ്ങള് 389 ഗുണഭോക്തൃ ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഭവന പദ്ധതി പ്രകാരം 243 പേരുടെ ലൈഫ് ഭവന പദ്ധതി എന്ന അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി 146 പേര് ഈ ലൈഫ് എഗ്രിമെന്റ് വെച്ച് കാത്തിരിക്കുന്ന അതിന്റെ പ്രവർത്തന പുരോഗതിയിലാണ്. നഞ്ച വിഷയമാണ് ഞങ്ങൾക്ക് ഏറെ പറയാനുള്ളത്. നഞ്ച് തീർച്ചയായും. അതുപോലെ PMAY വീടുകള് പറഞ്ഞോളൂ. PMAY വീടുകള് ജനറൽ വീട് 50ഉം SC വീട് 6ഉം, അങ്ങനെ 56 വീടുകളുണ്ട്. അതും എഗ്രിമെന്റ് വെച്ച് പണി പൂർത്തീകരണ പ്രവർത്തന പുരോഗതിയിലാണ്.
തീർച്ചയായും അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഏകദേശം വീടുകൾ എത്തിക്കാൻ പഞ്ചായത്തിനായി എന്നുള്ളത് തന്നെയാണ് മറ്റ് പദ്ധതികളെല്ലാം തന്നെ വഴിയെ പഞ്ചായത്തിൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ആ, മാതൃകായോഗ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ മഴ എത്തിയിരിക്കുകയാണല്ലോ. അപ്പം മഴക്കാലം ഏതൊക്കെ രീതിയിലാണ് പഞ്ചായത്തിനെ ബാധിക്കുന്നത്? വെള്ളം കയറുന്ന പ്രദേശങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിനെല്ലാം തന്നെ തരണം ചെയ്യാൻ പഞ്ചായത്ത് സജ്ജമാണ്. അതെ, മഴക്കാലം വന്ന് വെള്ളം കയറുന്ന സ്ഥലമൊന്നും ഞങ്ങളുടെ പഞ്ചായത്തിൽ ഇല്ല. അങ്ങനെയുള്ള പ്രതിസന്ധികളൊന്നും ഇല്ല. പക്ഷെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം 4 പേരെ ശുചീകരണ പ്രവർത്തനത്തിന് ഇന്റർവ്യൂ വിളിച്ച് എടുക്കുകയും അതിന്റെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ എല്ലാ വാർഡുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തുറക്കുന്നതിന്റെ മുന്നോടിയായിട്ട് എല്ലാ സ്കൂളുകളും ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ തൊഴിലാളികളെ വെച്ച് ചെയ്തു. മറ്റു പ്രവർത്തനങ്ങളും എല്ലാം തന്നെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കയറുന്ന സ്ഥലം നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ഇല്ല. തീർച്ചയായും അതോടൊപ്പം തന്നെ ഈ ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏതൊക്കെ രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? ഈ ആരോഗ്യ രംഗത്തെ നേട്ടങ്ങളെല്ലാം തന്നെ എന്തൊക്കെയാണ്? ആരോഗ്യ പ്രവർത്തന മേഖലയിലെ ആരോഗ്യ ജാഗ്രതാ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങള് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം 200ഓളം രോഗികളുള്ള ഒരു പഞ്ചായത്താണ്. അപ്പൊ ഒരു യൂണിറ്റ് പാലിയേറ്റീവിന്റെ പ്രവർത്തനം എത്താത്തതിന്റെ പേരിൽ രണ്ടാമത്തെ ഒരു യൂണിറ്റും കൂടെ പാലിയേറ്റീവിന്റെ യൂണിറ്റ് തുടങ്ങാൻ ഉള്ള ഒരു പ്രവർത്തനത്തിന്റെ ഘട്ടത്തിലാണ്. അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ എടുക്കുന്നതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കി കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഒപ്പം തന്നെ ഈ വയോജനങ്ങൾക്കായും ഭിന്നശേഷിക്കാർക്കുമായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ എങ്ങനെയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? വയോജനങ്ങൾക്ക് നമ്മള് പറയണ കട്ടിൽ വിതരണം, അതുപോലെ തന്നെ വയോജന വിനോദയാത്ര, അതുപോലെ അവർക്ക് മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ട് അതിലെ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകുക, അത്തരത്തിലുള്ള വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കുമായിട്ട് നമ്മൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് എല്ലാ ഭിന്നശേഷി കുടുംബങ്ങൾക്കും കുട്ടികൾക്കും നമ്മൾ സ്കോളർഷിപ്പ് നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷി ഭിന്നശേഷി കലാമേള അതും അത്തരത്തിൽ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഭിന്നശേഷിക്കാർക്കായും വിദ്യാഭ്യാസ മേഖലയിൽ അവരെ മുന്നോക്കം കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾക്കായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? എസ്.സി വിഭാഗക്കാർക്ക് എല്ലാ പദ്ധതിയിലും ഇന്ത്യ പരിഗണന നൽകുന്നുണ്ട്. എല്ലാ എസ്.സി സ്കോളർഷിപ്പ് വിതരണം, അതുപോലെ തന്നെ എസ്.സി കുട്ടികൾക്കായിട്ടുള്ള ലാപ്ടോപ്പ് വിതരണം, അതുപോലെ പഠനോപകരണ വിതരണം, അതുപോലെ തന്നെ എസ്.സി വീട് റിപ്പയറിങ് നല്ല രീതിയിൽ നടത്തി വരുന്നുണ്ട്. എല്ലാ പദ്ധതിയിലും എസ്.സി വിഭാഗത്തെ ഇന്ത്യ പരിഗണന നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹസീന, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. മാലിന്യമുക്ത പഞ്ചായത്താണല്ലോ. ഒപ്പം തന്നെ ഈ 19 വാർഡുകളാണ് നിലവിൽ പഞ്ചായത്തിലുള്ളത്. ഇവിടെയുള്ള പ്രവർത്തനങ്ങളെയെല്ലാം തന്നെ എങ്ങനെയാണ് ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കി വരുന്നത്? ഈ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? 19 വാർഡുകളിലായിട്ട് 38 ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. അതിൽ 19 വാർഡിലും വളരെ നല്ല രീതിയിലുള്ള ഡോർ ടു ഡോർ കളക്ഷന് നടന്നു വരികയാണ്. എല്ലാ മാസവും നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വാർഡിലും 19 വാർഡിലായി 21ഓളം മിനി MCFകൾ ഉണ്ട്. അതുപോലെ തന്നെ MCF വാടക കെട്ടിടത്തിലാണ്. ഞങ്ങൾക്ക് സ്വന്തമായി MCF എന്നുള്ളത് അതിന്റെ ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തില് ഹരിതകർമ്മസേന പുരോഗതി എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗിലൂടെ വിലയിരുത്തുന്നുണ്ട്. 19 വാർഡുകളിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീടുകൾ കയറിയിറങ്ങി ഉള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ എത്തരത്തിലാണ് നടപ്പിലാക്കി വരുന്നത്? പ്രത്യേകിച്ച് ഈ ബൊക്കാഷി ബക്കറ്റുകളെല്ലാം തന്നെ നൽകാൻ പഞ്ചായത്തിനായിട്ടുണ്ടോ? അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്താനാവുക?
ഞങ്ങള് ബയോബിന്നാണ് വെച്ചിട്ടുള്ളത്. എല്ലാ വീടുകളിലേക്കും ബയോബിന് 400ഓളം വീടുകൾക്ക് ബയോബിന് വിതരണത്തിനായി ബയോബിൻ ഇവിടെ പഞ്ചായത്തില് ഇറക്കിയിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച, ഈ ഒരാഴ്ചന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ വർഷത്തെ പദ്ധതിയിൽ എല്ലാ വീടുകളിലേക്കും നമ്മൾ മാലിന്യം വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിന്നുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഒരു പദ്ധതി അപ്രൂവലായി കിട്ടിയിട്ട് ഞങ്ങൾ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും മാലിന്യ സംസ്കരണ രംഗത്തടക്കം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പദ്ധതികളാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്, പ്രത്യേകിച്ച് ഈ കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതി, ഈ തൊഴിലുറപ്പെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? കുടുംബശ്രീയിലൂടെ നമ്മള് വ്യവസായ സംരംഭങ്ങള് നടത്തി വരുന്നുണ്ട്. എല്ലാ യൂണിറ്റിനും വ്യവസായ സംരംഭങ്ങൾക്ക് വേണ്ടി സബ്സിഡി നിരക്കില് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൃഷി മേഖലയിലും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പൂക്കൃഷി ഒക്കെ കുടുംബശ്രീ മുഖേനയാണ് നടപ്പിലാക്കി വരുന്നത്. പൂക്കൃഷി മറ്റു നല്ല രീതിയിൽ ഞങ്ങള് ചെണ്ടുമല്ലി കൃഷി നടത്തിയിട്ടുണ്ടായിരുന്നു കുടുംബശ്രീ മുഖേന. അത് ആദ്യഘട്ടത്തിൽ നിന്ന് 1 ഏക്കർ സ്ഥലത്തായിരുന്നു, ഒറ്റ ഒരു യൂണിറ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ വ്യാപിച്ച് ഒരുപാട് യൂണിറ്റുകൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാ വാർഡിലും ഈ ചെണ്ടുമല്ലി കൃഷി നടപ്പിലാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ മുട്ടക്കോഴി വളർത്തൽ, കുടുംബശ്രീ യൂണിറ്റിനാണ് മുട്ടക്കോഴി വളർത്തൽ വെച്ചിട്ടുള്ളത്. സ്ത്രീകൾക്കായി അതുപോലെ മെൻസ്ട്രൽ കപ്പ് വിതരണം, അത്തരത്തിലുള്ള പദ്ധതികൾ ഞങ്ങൾ കുടുംബശ്രീ മുഖേന നടത്തി വരുന്നു. തീർച്ചയായും ഈ സ്ത്രീകളുടെ ഉന്നമനത്തിനായി വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളെല്ലാം തന്നെ ഈ തൊഴിലുറപ്പ്, അതോടൊപ്പം തന്നെ കുടുംബശ്രീ മുഖേന പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ വിദ്യാഭ്യാസ മേഖലയെ പറഞ്ഞപ്പോൾ തന്നെ അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തെ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? പ്രത്യേകിച്ച് അവിടേക്ക് കുട്ടികൾക്കായിട്ടുള്ള പഠനോപകരണങ്ങൾ, അത്തരത്തിലുള്ള സാമഗ്രികളെല്ലാം തന്നെ നൽകാൻ പഞ്ചായത്തിനാകുന്നുണ്ടോ? 19 വാർഡുകളിലായി 34 അംഗനവാടികളാണ് ഞങ്ങൾക്കുള്ളത്. 34 അംഗനവാടികൾക്കും സ്വന്തമായി സ്ഥലം എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുണ്ട്. പക്ഷെ ഒരു അംഗനവാടിക്ക് കെട്ടിടം എന്നുള്ളത് യാഥാർത്ഥ്യമാവാനുണ്ട്. ഞങ്ങൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം 8 അംഗനവാടി ബിൽഡിംഗ് നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതില് 4 അംഗനവാടി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 4 അംഗനവാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുണ്ട്. ഹൈടെക് അംഗനവാടികളാണ്. അത്തരത്തില് ഒരുപാട്, അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന രീതിയിൽ എല്ലാ അംഗനവാടികളും 34 അംഗനവാടികളും വിസിറ്റ് ചെയ്തു. എന്തൊക്കെ പോരായ്മകളാണ്, എന്തൊക്കെ ആണ് പദ്ധതികൾ വെക്കാനുള്ളത്, പദ്ധതികൾ ഉൾപ്പെടുത്താനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി ഒരുപാട് പദ്ധതികൾ, ഒരുപാട് അംഗനവാടികൾക്ക് കുടിവെള്ളം സൗകര്യം ഉണ്ടായിരുന്നില്ല. 30 വർഷമൊക്കെ ആയിട്ട് കുടിവെള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പദ്ധതിയിൽ കൊണ്ടുവന്ന് എല്ലാ അംഗനവാടികൾക്കും തുല്യമായി ഫണ്ടുകൾ വീതിച്ച് അതിന്റെ കാര്യങ്ങൾ നടന്നു വരികയാണ്. തീർച്ചയായും. ഒപ്പം തന്നെ എല്ലാ പഞ്ചായത്തിലും ഒരു കളിസ്ഥലം, അത് എല്ലാവരുടെയും സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കാൻ പഞ്ചായത്തിനായിട്ടുണ്ടോ? ഞങ്ങളുടെ പഞ്ചായത്തിൽ കളിസ്ഥലം എന്നുള്ളത് ഞങ്ങൾക്ക് ഇല്ലാത്തൊരവസ്ഥയാണ്. കളിസ്ഥലം ഇല്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലമാണ് തടസ്സം. സ്ഥലം കിട്ടിയാല് ഞങ്ങള് കളിസ്ഥലം എന്നുള്ളത് പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. അതാണ് പ്രതിസന്ധി. ഞങ്ങൾ എല്ലാവർക്കും ആവശ്യമായ ഒരു കളിസ്ഥലം എന്നുള്ളത് ആവശ്യമാണ്. അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വരും കാലഘട്ടത്തിലെ കളിസ്ഥലം എന്നുള്ളത് യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ്. തീർച്ചയായും. ഈ പഞ്ചായത്ത് നേരിടുന്ന ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളുണ്ടോ? ഭാവിയിലേക്ക് എന്തൊക്കെ പദ്ധതികളാണ് നിലവിൽ കരുതിയിരിക്കുന്നത്? ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയായ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്ഥാന മന്ദിരം എന്നുള്ളത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. അതിനുവേണ്ടി 5 സെന്റ് സ്ഥലം പഞ്ചായത്തിനോട് ചാരിയിട്ട് തന്നെ 5 സെന്റ് സ്ഥലം ഉദാര മനസ്കരുടെ സഹായത്താല് വാങ്ങിച്ചിട്ടുണ്ട്. അതില് പഞ്ചായത്തിന് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള കെട്ടിടം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ഒരു സ്വപ്ന പദ്ധതി.
അതുപോലെ തന്നെ ഞങ്ങൾക്ക് ബഡ്സ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ അതിനു വേണ്ടി അത് ഇപ്പൊ പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും പരിമിതമായ സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടത്തിലാണ് ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. അതിന് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ബിൽഡിംഗ് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള ഉദാരമനസ്കനായ ഒരു വ്യക്തി ഞങ്ങൾക്ക് 50 സെന്റ് സ്ഥലം സൗജന്യമായി നൽകുകയും അതില് ഞങ്ങൾ 1 കോടിയുടെ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ MLA ഫണ്ട് ഫണ്ട് പ്രകാരം 55 ലക്ഷത്തിന്റെ ഒരു പദ്ധതിയും കൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ 2 സ്വപ്ന പദ്ധതികൾ ഞങ്ങൾ നിറവേറ്റാൻ അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ടെൻഡർ നടപടി കഴിഞ്ഞു. അതിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് അറിയിക്കാനുള്ളത്. തീർച്ചയായും അത്തരത്തിൽ ഭാവിയിൽ ഒട്ടനവധി പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത്. ഈ യുവാക്കളെയും കുട്ടികളെയും എല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയകൾ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ലഹരി വിരുദ്ധ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? ലഹരിക്കെതിരെ ഞങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ സേന എന്ന ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പരിപാടികളും മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും പഞ്ചായത്തിൽ ഈ ഓപ്പൺ ജിമ്മുകളെല്ലാം തന്നെയുണ്ടല്ലോ. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ ഒരു ആശയത്തിലേക്കെല്ലാം തന്നെ എങ്ങനെയാണ് എത്തുന്നത്? ഓപ്പൺ ജിം നമുക്കുണ്ട്. നമ്മുടെ ഇപ്പൊ പറഞ്ഞല്ലോ, ഞങ്ങള് നമ്മുടെ അഭിമാനമായ ഒരു ഒടുങ്ങാട്ടുകുളത്തിന്റെ സമീപത്താണ് ഓപ്പൺ ജിം ഉള്ളത്. അത് എല്ലാവരും വളരെ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ അടക്കം തന്നെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, പ്രവർത്തനങ്ങളുടെ എല്ലാം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിലടക്കം തന്നെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നു. അതിൽ ഏറെ സന്തോഷം തോന്നുന്നു എന്നത് തന്നെയാണ്. ഈ കാർഷിക മേഖലയ്ക്ക് ഒട്ടേറെ പ്രാധാന്യം നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തണ്ണിമത്തൻ കൃഷിയും നടപ്പിലാക്കി. അതോടെ തന്നെ ക്യാബേജ് കൃഷി, ക്യാരറ്റ് കൃഷി, അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കൃഷി ഇനങ്ങളാണല്ലോ പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്. എങ്ങനെയാണ് ഈ ആശയങ്ങളിലേക്കെല്ലാം തന്നെ എത്തുന്നത്? തീർച്ചയായിട്ടും ഞാൻ മുന്നേ സൂചിപ്പിച്ചു, മണ്ണിൽ പണിയെടുത്ത് കുഞ്ഞു വിളയിക്കുന്ന കർഷകരാണ് ഞങ്ങൾക്കുള്ളത്. ആ കർഷകരുടെ ആശയം തന്നെയാണ്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് പദ്ധതി ഒരുക്കിക്കൊണ്ട് ഞങ്ങള് കൃഷിഭവനുമായി അവർക്കൊരു സഹായം നൽകിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നത്. നമ്മൾ പദ്ധതി വെക്കുക, അവർക്ക് സഹായം നൽകുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. തീർച്ചയായും ഇനിയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉണ്ടാകട്ടെ. മലപ്പുറം ജില്ലയിലെ എടയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി ശ്രീമതി ഹസീന ഇബ്രാഹിം. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി തിരിച്ചെത്താം. നമസ്കാരം.